എല്ലാ കൂട്ടുകാർക്കും മറിയാമസ് വേൾഡിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റിലൊരു മത്തങ്ങ പായസം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ മത്തങ്ങ പായസം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പൊ പൂ പോലെ കുറെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടല്ലേ. എന്താളും കഴുകി വൃത്തിയാക്കിയ കട്ട് ചെയ്ത് വെച്ച കുറച്ച് മത്തങ്ങയാണിത്. അതുകൂടാതെ നമുക്കറിയാം പായസം ഉണ്ടാക്കണേ നമുക്ക് ശർക്കരപ്പാനി, ഇത് നന്നായിട്ട് ശർക്കര ഉരുക്കിയിട്ട് അത് അരിച്ചു വെച്ചിരിക്കുന്ന കേട്ടോ. അരിച്ചെടുക്കണം, കാരണം അതിനകത്ത് കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞു വേണം നമ്മൾ എടുക്കാനായിട്ട്. അതിനുശേഷം പിന്നെ എടുത്തേക്കെന്ന് പറഞ്ഞ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാം പാല. ഞാൻ ഈ മൂന്നാം പാലിനകത്താണിത് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇത് രണ്ടാം പാല്, അതായത് തേങ്ങയുടെ മൂന്നാം പാല്, രണ്ടാം പാല്, ഒന്നാം പാല്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ കശുവണ്ടിപ്പരിപ്പ് വേണം. അത് കൂടാതെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ചുക്കുപൊടി ഇരിപ്പുണ്ട്. പിന്നെ അവിടെ ഇരിക്കുന്ന ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്ന കേട്ടോ. പിന്നെ കുറച്ച് കശുവണ്ടി, കുറച്ച് മുന്തിരി, പിന്നെ കുറച്ച് നമ്മുടെ കടലപ്പരിപ്പ്, ആ തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇത്ര സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ കടലപ്പരിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് മാത്രം എടുത്താൽ മതി. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ മത്തങ്ങ നമ്മളൊരു ഈ മൂന്നാം പോലെ ഒഴിച്ച് നമ്മൾ ചെറുതായിട്ട് വേവിച്ചെടുക്കണം. ഒരു 2-3 വിസിലടിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വേകും. അതിനുവേണ്ടി നമ്മളൊരു കുക്കർ എടുത്ത് വെക്കണം. കുക്കറിനകത്തിട്ട് അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അതിനുശേഷം ഈ മത്തങ്ങ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ചു, കാരണം വെള്ളം മീൻസ് മൂന്നാം പാല്. കാരണം മൂന്നാം പാല് കുറച്ച് ഒഴിക്കുവാണെങ്കിൽ അത് അത്രയും നമ്മൾ വെള്ളം കുറച്ച് വറ്റിച്ചാൽ മതി. അല്ലെങ്കിൽ ഒത്തിരി വെള്ളമായിപ്പോയിട്ട് പിന്നെ നമുക്ക് വറ്റിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചു നേരം നമ്മളിട്ട് ഇളക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് കുറച്ചു നേരം ഇട്ട് ഇളക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, നമ്മൾ മൂന്നാം പാൽ ഒഴിക്കുമ്പോൾ ആവശ്യത്തിന് പിന്നെ ഇച്ചിരി ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. നമ്മളെല്ലാം പായസം ഉണ്ടാക്കിയാൽ ഇച്ചിരി മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുമല്ലോ. അപ്പൊ ഈ വെക്കുമ്പം തന്നെ നമ്മളിത് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താണ് വെക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ഈ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 2-3 വിസിലിനുള്ളിൽ തന്നെ എന്താണ് ഇത് വെന്ത് കിട്ടും. അങ്ങനെയാണ് 3 വിസിലടിച്ചതിന് ശേഷം നമുക്കത് നോക്കാം. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു പാനോ എന്തെങ്കിലും വറക്കാൻ ചീനിച്ചിട്ട് എടുത്താൽ അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു വെക്കണം. നെയ്യുടെ കാര്യം ഞാൻ മുമ്പേ കാണിച്ചിട്ടില്ല കേട്ടോ. നെയ്യ് വേണം നമുക്ക് പായസത്തിന് വേണ്ടിയിട്ട്. നെയ്യ് എടുത്ത് ഒഴിക്കണം. ഈ നെയ്ക്കകത്താണ് നമ്മൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വറുത്തെടുക്കുന്നത്. അതായത് നമ്മുടെ തേങ്ങാക്കൊത്തും കശുവണ്ടി എല്ലാ സാധനങ്ങളും മുന്തിരി എല്ലാം വറുത്തെടുക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കശുവണ്ടി എടുത്ത് ഒന്ന് വറുത്ത്. പക്ഷെ കശുവണ്ടി വറുക്കുമ്പോൾ നമ്മൾ ബ്രൗൺ കളർ ആകുള്ളൂ, കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പൊ അതിന്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് പോകും. അപ്പൊ നമ്മൾ ആദ്യം ഇതൊന്ന് വറുത്ത് മാറ്റി ഒരു പാത്രത്തിനകത്തേക്ക് വെക്കണം. പിന്നെ ഇതിനകത്തേക്ക് തന്നെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വറക്കുന്നവരുണ്ട്. ഈ കശുവണ്ടിയുടെ കൂടെ നമ്മുടെ മുന്തിരി എല്ലാം കൂടെ ഇട്ട്, അത് കൃത്യം പാകം അറിയാവുന്നവരൊക്കെയാണ് കുഴപ്പമില്ല. അല്ലാത്തവരിട്ടിട്ടുണ്ടെങ്കിൽ രണ്ടും ഇതായി പോകും. അതുകൊണ്ട് നമ്മൾ അറിയാത്തവരാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇത് മാത്രം എടുത്ത് വറുത്ത് മാറ്റി വെച്ചിട്ട് അടുത്തിട്ട് വറക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ലോ. അതിനുശേഷം ഇങ്ങനെ നമ്മളത് വറുത്ത് കോരി ഒരു പാത്രത്തിനകത്തേക്ക് നമ്മളത് മാറ്റി വെക്കണം. എന്നിട്ട് അതേ ഇതിനകത്തേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ, മുന്തിരി ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. മുന്തിരിയും തേങ്ങാക്കൊത്തും എല്ലാം ഉണ്ട്. ഇതിപ്പോ ഈ മുന്തിരിയുടെ കശുവണ്ടിയുടെ വില എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത വില. അതുകൊണ്ട് കുറേശ്ശെ മതി ഇതൊക്കെ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മുടെ എത്ര പേരുണ്ടോ അതിനനുസരിച്ചുള്ള പായസം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഒത്തിരി ഓവറായിട്ട് പിന്നെ നമ്മൾ അതിന്റെ എടുക്കുമ്പോൾ, അതായത് നമ്മൾ മത്തങ്ങ എടുക്കുമ്പോൾ കുറച്ച് മത്തങ്ങ പോയി നമ്മൾ ആ മത്തങ്ങയുടെ ടേസ്റ്റ് വേറൊരു കുത്തലൊന്നും നമ്മുടെ പായസത്തിന് എന്താളും ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയെല്ലാം ഞാൻ വറുത്തെടുക്കുകയാണ്. തേങ്ങാക്കൊത്തും എല്ലാം വറുത്തെടുക്കണം. അപ്പൊ ആ നെയ്യുടെ ടേസ്റ്റ് ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ കടലയാണ് ഇട്ടേക്കുന്നത്. ഈ കടലയുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടല നോക്കിയിരുന്ന് നമ്മൾ വറുത്തെടുക്കണം. ഇല്ല പെട്ടെന്ന് അത് മൂത്ത് കരിഞ്ഞു പോകും. അതങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ട് ഒന്നിനും കൊള്ളില്ലാത്തൊരിതാ കണ്ടോ. ശരിക്കും ഒരു ബ്രൗൺ കളറായിട്ട് വരണം. അതിനുശേഷം പെട്ടെന്ന് ഇത് മാറ്റണം. അല്ലെങ്കിൽ ഒരു കരിചവ, ഇത് കടിച്ചു കഴിയുമ്പോഴത്തേനും ഒരു കരിചവ ഫീൽ ചെയ്യും നമുക്ക്. അതുകൊണ്ട് അത് ഇച്ചിരി മൂപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല, ഓവറായിട്ട് മൂക്കാതിരിക്കണം. കണ്ടോ ഇപ്പൊ ഏകദേശം ഒരു പരിവായിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ, തീ ഇച്ചിരി ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം ഇത് കോരി മാറ്റാനായിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, പെട്ടെന്ന് തന്നെ അതെല്ലാം കൂടെ കരിഞ്ഞു മുരിഞ്ഞു പോകും. നമ്മുടെ തീ കൂട്ടിയിട്ടിട്ട് ഇത് എടുക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ നമ്മൾ ഏത് സ്റ്റീൽ പ്ലേറ്റിനകത്തേക്കും എന്തിനകത്തേക്കും നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം വേണം നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ കുറെ അധികം തേങ്ങാക്കൊത്തൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ എടുക്കാം കേട്ടോ. കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അത് ഓപ്ഷനിലാണ്, എന്ത് വെള്ളം ചെയ്യാം. അതിനുശേഷം ഇതൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് കോരി വെക്കാം. ഈ സമയത്ത് നമ്മുടെ എന്താണെങ്കിലും അവിടെ മത്തങ്ങ ഏകദേശം വെന്തുകൊണ്ടിരിക്കുകയാണ്. മത്തങ്ങ വെന്ത് 2-3 വിസിലായി കഴിയുമ്പോഴത്തേനും നമുക്കത് മാറ്റാം. പിന്നെ ഇപ്പൊ ഏകദേശം വന്നിട്ടുണ്ട്.
തേങ്ങയൊക്കെ നല്ല കരിമുരിയുന്നാവണം. തേങ്ങ നന്നായിട്ട് മൂക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരു പച്ചച്ചോവ ഫീൽ ചെയ്യും. എന്താണത് കേട്ടോ, നെയ്ക്കകത്ത് കിടന്ന് ആ വറുത്ത ആ തേങ്ങക്കൊത്തിന് ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് പായസത്തിനകത്ത് കിടക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ. പിന്നെ എനിക്കടുത്ത് ഓരോരുത്തരും ഓപ്ഷൻ, ചിലർ എണ്ണയ്ക്കകത്ത് വറക്കുന്നവരുണ്ട്. കാരണം നെയ്യുടെ വിലയൊക്കെ വെച്ച് ചിലർ എണ്ണയ്ക്കകത്ത് വറക്കും. പക്ഷെ അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് കേട്ടോ. എന്താണല്ലോ ഇത് നമുക്ക് ഒരു വേറെ പാത്രത്തിനകത്തേക്ക് കോരി മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം ശേഷം നമ്മൾ നമ്മുടെ മത്തങ്ങ റെഡിയായി നോക്കണം. ഒരു 3 ബിസിലൊക്കെ എന്തായാലും ഇപ്പം ആയിട്ടുണ്ട്. ഇപ്പം കണ്ടോ, ഇപ്പം ഏകദേശം ബിസിലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം മാത്രം നമ്മൾ കുക്കർ തുറന്നിട്ട് ഇതൊന്ന് ഉടയ്ക്കാനൊക്കെ പാടില്ല. എന്താണെങ്കിലും പിള്ളേർക്കും ബാക്കി എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. മത്തങ്ങ പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ ഇതൊക്കെ. കാരണം എനിക്ക് ഇച്ചിരി വെള്ളം കൂടിപ്പോയി, ആ വെള്ളത്തിന്റെ ഒരു ഫീൽ കണ്ടോ, ഇതുണ്ടോ. പക്ഷെ ഇത് ഉടച്ചെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ കുഴപ്പമില്ല. നമ്മളിത് കുറേ സമയം ഇട്ട് നിന്ന് വെള്ളം പറ്റിച്ചെടുക്കണമെന്ന് മാത്രം. അപ്പോൾ നമ്മൾ 3-ാം പാൽ ഒഴിക്കുമ്പോൾ ഇച്ചിരി അത് കുറച്ച് നോക്കി നമ്മൾ വേണം. ഇനി ഇതിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ആ തവി ഇട്ടെന്നത് ഉടച്ചെടുക്കണം. ഇതിനകത്തേക്ക് നല്ല ക്ലിയർ ആയിട്ട് ഉടച്ചെടുക്കണം. പിന്നെ മത്തങ്ങ പിന്നെ അധികം അങ്ങനെ പെട്ടെന്ന് ഉടയുന്ന സാധനമുള്ള കല്ല് പോലെ കിടക്കുന്നതല്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു ചീനിച്ചട്ടിയോ പാനോ എന്തേലും അടുപ്പത്ത് വെച്ചോ, ഞാനിവിടെ ഒരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്യാണ്. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ബാക്കി പരിപാടികൾ ചെയ്യാൻ തുടങ്ങാനായിട്ട്. അപ്പം നന്നായിട്ടൊന്ന് നമ്മുടെ ഉരുളി ഒന്ന് ചൂടായി വരട്ടെ. അങ്ങനെ നമ്മൾ ഉരുട്ടിക്കൂട്ടൻ അങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ചൂടായി കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് നെയ്യ്. അതായത് നമ്മൾ ആ വറക്കാനെടുത്ത് എൻ്റെ ബാക്കി നെയ്യില്ലേ, ആ നെയ്യാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ നെയ്യ് എടുത്തിട്ടില്ല. അപ്പോൾ ആ വറക്കാൻ എടുക്കുന്നതിൻ്റെ ബാക്കി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് വേണം നമ്മൾ ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ഉണ്ടല്ലോ, മത്തങ്ങ നമ്മൾ ഉടച്ചു വെച്ചിട്ടില്ലേ, ആ മത്തങ്ങ ഇട്ട് കൊടുക്കണം. ആ മത്തങ്ങ നന്നായിട്ട് നമ്മൾ ഇനി ഇളക്കണം. അതിനകത്ത് കുറച്ച് വെള്ളം വെക്കണം, അത് നന്നായിട്ടൊന്ന് പോകണം. കാരണം അതാ പറഞ്ഞ തേങ്ങാപ്പാൽ കുറച്ച് ഒഴിക്കുവാണെങ്കിൽ നമുക്ക് എന്താണോ അത്രയും എളുപ്പം ഉണ്ടായിരിക്കും ഇത് പറ്റാണ്ട്. ഇപ്പം ഇതുണ്ടോ, ഇതിപ്പോൾ ഈ പരുവായിട്ടുണ്ട്. ഇനിയത്തേക്ക് നമ്മൾ ഇനിയിപ്പം ബാക്കി തേങ്ങാപ്പാലും 2-ാം പാലും 3-ാം പാലും ഒക്കെ ഒഴിക്കണമല്ലോ. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ശർക്കരപ്പാനി കുറച്ച് മതി കേട്ടോ. ഒത്തിരി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഓവറായി പോയിട്ട് ആകപ്പാടെ കുളവാകും, കടും മധുരമായി പോകും. അതുകൊണ്ട് ശർക്കരപ്പാനി ആവശ്യത്തിനുള്ള മാത്രം ഒഴിക്കാവുള്ളൂ. അത് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് മധുരം കൂടുതലായിരുന്നു, അതേ ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ എന്താണോ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഓരോ തവണ എടുത്ത് നോക്കണം. എന്താണോ നന്നായിട്ട് ഇനി ഇളക്കി അതൊന്ന് വറ്റി വരണം. അപ്പം നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് തേങ്ങാപ്പാൽ കുറച്ച് ഉപയോഗിക്കും. തേങ്ങാപ്പാൽ 3-ാം പാൽ ഒഴിച്ച് വേവിക്കുന്നതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞേ. അതിനുശേഷം നമ്മൾ എന്താണോ നന്നായിട്ട് ഇളക്കി ഇതൊന്ന് പറ്റിക്കണം മീൻസ് ഒരു കുറിയ പരുവാകണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് എന്ത് ചെയ്യുള്ളൂ, 2-ാം പാലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഉണ്ടോ, ഇപ്പം ഞാൻ കുറേശ്ശെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് നമ്മളതൊന്ന് കുറുക്കി എടുക്കണം. പായസം ഉണ്ടാക്കുന്നത് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കി സേമിയ പായസം പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. പിന്നെ മത്തങ്ങ വേവിക്കുന്ന മാത്രം ഒരു ചടങ്ങുള്ളൂ. അതൊന്ന് വേവിച്ച് സെറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പണി എളുപ്പമാണ്. പിന്നെ എന്താണ് നമ്മൾ സേമിയ പായസം പാലൊഴിച്ച് ഉണ്ടാക്കുന്ന അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല. കണ്ടോ, ഇപ്പോൾ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറുകി വരുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുറുകി വരട്ടെ. നമ്മൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇളക്കി നമ്മൾ കൊടുത്തോണ്ടിരിക്കണം. ഇതിനെല്ലാം ശേഷം വേണം നമ്മൾ ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ചേർക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-ാം പാലും അതുപോലെ തന്നെ കശുവണ്ടി, മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം കുറുകി വന്നിട്ട് നിങ്ങൾക്ക് ആ തിളയ്ക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ, തിള പൊങ്ങുന്ന കണ്ടോ. ഇപ്പം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായ് ജീരകം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കണം. കാരണം കട്ടകളൊന്നും പാടില്ല. ചിലപ്പോൾ ഇതിങ്ങനെ ഈ ഏലക്കായ് ജീരകം കട്ട പിടിച്ച് കിടക്കും. അപ്പം അതെന്താണെങ്കിലും നമ്മുടെ പായസമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനിയിപ്പം നമുക്ക് ചേർക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിസ്മിസും അതുപോലെ തന്നെ കശുവണ്ടിയും ഒക്കെ ഉള്ളൂ. ഇപ്പം ഇനി നമുക്കതിനെ അതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം എന്താണെങ്കിലും പായസം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇത് ഫൈനലോട് അടുത്തോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് പണിയും കൂടെ ഉള്ളു. പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ 1-ാം പാലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി, വേറെ പണിയൊന്നുമില്ല. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും, അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം ഇത്രയും കശുവണ്ടിയും അതുപോലെ തന്നെ കടലയ്ക്ക് എന്തിനാന്ന് ചോദിക്കും. പക്ഷെ നമ്മുടെ പായസത്തിനകത്ത് ഇങ്ങനെ ഇത് കടിക്കാൻ കിട്ടും, ഭയങ്കര ടേസ്റ്റ് അല്ലേ. ഇനി നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. തീ ഓഫ് ചെയ്തിട്ട് വേണം. ഒരു കാരണവശാലും ഇത് തിളയ്ക്കാൻ പാടില്ല. തിളച്ചാൽ ഇത് പിരിഞ്ഞു പോകുന്ന പറയുന്നേ. എന്താണല്ലോ അതിന് നമ്മൾ അനുവദിക്കാൻ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 1-ാം പാൽ ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് വേണം, പ്രത്യേകം മറക്കാതെ ചെയ്യണം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം,
ഇതിനകത്തേക്ക് ഇനി നമ്മൾ കുറച്ച് നെയ്യ്, ആദ്യം നമ്മൾ കുറച്ച് നെയ്യ് ചേർത്തായിരുന്നു ആക്കിയത്. വീണ്ടും അവസാനം നമ്മളത് ഓഫ് ചെയ്തെല്ലാം സെറ്റാക്കി വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ഇതിന് തണുത്ത് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് കുറുകിയൊക്കെ വന്നോളും. ചൂടോടെ ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന കേട്ടോ. എന്താണെങ്കിലും ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് മത്തങ്ങയൊക്കെ വെച്ച് നമ്മളിത് ഉണ്ടാക്കിയാൽ മാത്രം പോലല്ലോ, ഇതിന് നല്ല പാത്രത്തിലൊക്കെ വെച്ച് സെർവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കുട്ടികൾക്കാണല്ലോ ഇത് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് വന്നു. പിന്നെ പായസമാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്കിനി നമ്മുടെ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് നോക്കണം കേട്ടോ എങ്ങനെയാന്ന്. ഞാൻ വെറുതെ എന്റെ ഐഡിയക്ക് വെച്ച് ചെയ്തേക്കുന്നതാണ്. മത്തങ്ങയൊക്കെ കട്ട് ചെയ്ത് ചുമ 2 ലവച്ചിനം പോലെ പിന്നെ സ്റ്റാർ പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നുള്ളൂ. നമ്മുടെ കശുവണ്ടി ഇതൊക്കെ നല്ല പൊങ്ങി നല്ല സെറ്റായിട്ട് നെയ്യുടെയൊക്കെ ഇത് കൊണ്ട് മോള് കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പൊ എല്ലാവർക്കും ബൈ, സീ യു.